ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. 73 വയസ്സ് വരെ സൽപ്പേരോടുകൂടി ജീവിച്ച ഒരാളാണ് ഡോക്ടർ CV ആനന്ദബോസ്. ആനന്ദബോസിനെ നമുക്കറിയാം. അദ്ദേഹം 1977 ബാച്ചിലെ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. പല പ്രധാനപ്പെട്ട പദവികളും വഹിച്ചിട്ടുണ്ട്. പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനുമാണ്. ഇദ്ദേഹത്തിനെതിരെ നാളിതുവരെ എന്തെങ്കിലും അഴിമതി ആരോപണമോ അല്ലെങ്കിൽ ലൈംഗിക അപവാദമോ ഉയർന്നിട്ടില്ല. ഈ 73-ാം കാലത്ത് അതും കേൾക്കേണ്ടി വന്നു. ഈ സർവീസിൽ നിന്നൊക്കെ വിരമിച്ച് സ്വസ്ഥം ഗൃഹഭരണമായിട്ട് കഴിയുന്ന സമയത്താണ് പുള്ളിക്ക് BJPയിൽ ചേരാൻ തോന്നിയത്. BJPയിൽ ചേർന്ന് വെറുതെ ചൊറിയും കുത്തി ഇറക്കുന്ന വേറെ എത്ര ആൾക്കാരുണ്ട്. പക്ഷേ ഇദ്ദേഹം ആൾ യോഗ്യനാണെന്ന് തോന്നിയുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുള്ളിയെ ബംഗാളിൽ ഗവർണറായിട്ട് നിയമിച്ചു. അത് ജഗദീപ് ധാൻകർ എന്ന് പറഞ്ഞ തൻ്റെടിയായ ഒരു നേതാവ് ബംഗാളിൽ ഗവർണറായിരുന്നു. അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയായിട്ട് ഉയർത്തിയ വേക്കൻസിയിലാണ് ഈ ആനന്ദബോസിനെ ബംഗാളിൽ നിയമിച്ചത്. അദ്ദേഹം അവിടെ ചെന്ന ഉടനെ തന്നെ മമതാ ബാനർജിയുമായിട്ട് മെച്ചപ്പെട്ട ബന്ധം പുലർത്താൻ ശ്രമിച്ചു. എന്ന് മാത്രമല്ല, ബംഗ്ലാ ഭാഷ പഠിച്ചു. വളരെ പെട്ടെന്ന് ആ ഭാഷയിൽ പ്രാവീണ്യം നേടി അദ്ദേഹം സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനുമൊക്കെ ഈ ബംഗ്ലാ ഭാഷയിൽ സന്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. മാത്രമല്ല, ഈ ബംഗാളിൽ ക്രമസമാധാന നില വളരെ പരിതാപകരമാണ്. പണ്ടുതൊട്ടേ അങ്ങനെയാണ് കേട്ടോ. BC റോയി മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതലേ ബംഗാളിൽ ഗുണ്ടാരാജാണ്. സിദ്ധാർത്ഥ ശങ്കർ റായ് ഇരുന്നപ്പോഴും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അജയ് മുഖർജി ആയിരുന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. ജ്യോതി ബസുവിൻ്റെ കാലത്തും പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്തും ഗുണ്ടകൾ തന്നെയാണ് ബംഗാൾ ഭരിച്ചത്. മമതാ ബാനർജി ഭരിക്കുമ്പോഴും അതിന് യാതൊരു മാറ്റമില്ല. പണ്ട് CPMൻ്റെ ബാനറിൽ ഗുണ്ടായിസം നടത്തിയിരുന്ന ആളുകൾ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അത് തന്നെ ചെയ്യുന്നു. അത്ര വ്യത്യാസവും. അപ്പോൾ ഇദ്ദേഹം ഈ ക്രമസമാധാന പരിപാലനത്തിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ ദീദിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ കാട്ടിൽ മറ്റൊരു സിംഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയായിട്ട് ഞാനിരിക്കുമ്പോൾ വെറും ഒരു IAS ഉദ്യോഗസ്ഥനായ ആനന്ദബോസ് ഇവിടെ ക്രമസമാധാന പരിപാലനം നടത്തേണ്ട ആവശ്യമില്ല എന്ന് ദീദിക്ക് തോന്നി. പക്ഷേ ബോസ് വിട്ടില്ല. അങ്ങനെ ഇവർ തമ്മിലൊരു മൂപ്പളമ തർക്കം, ഒരു ശീതസമരം നടക്കുന്നതിനിടയിലാണ് ഈ സന്ദേശ് ഖാലി എന്ന സ്ഥലത്ത് വലിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. ഈ അവിടുത്തെ ഒരു ഗുണ്ടാത്തലവനായ ഷാജഹാൻ ഷെയ്ഖിനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും വന്ന എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെ ഇയാളും അയാളുടെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചു. അതേ തുടർന്ന് ഈ ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ പോയി. ഒളിവിലിരിക്കുന്നവനെ പുകച്ച് ചാടിക്കാനായിട്ട് ആനന്ദബോസ് ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കൽക്കട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിരവധി വ്യവഹാരങ്ങൾ നടക്കും. എല്ലാത്തിലും തൃണമൂൽ കോൺഗ്രസ് തോക്കും. കോടതി ഉത്തരവുള്ളതുകൊണ്ടാണ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ബോധിപ്പിക്കുന്നു. കോടതി പറയുന്നത് ഇവിടെ യാതൊരു ഇടക്കാല ഉത്തരവുമില്ല, നിങ്ങൾക്ക് ഏത് സെക്കൻഡിൽ വേണമെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാം. ഈ ഷെയ്ഖ് ഒളിവിൽ പോയിരിക്കുന്ന സമയത്ത് നാട്ടിലെ കുറേ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട് അപ്പോഴാണ് അവർക്ക് ധൈര്യം വന്നത്. അധികം പേര് പട്ടികജാതിക്കാരും ബാക്കി പിന്നാക്ക സമുദായക്കാരുമാണ്. അവർ വന്നു പറഞ്ഞു, ഈ നീചൻ അയാളുടെ അനുചരന്മാരും ചേർന്ന് ഞങ്ങളെ കാലാകാലങ്ങളായിട്ട് ബലാത്സംഗം ചെയ്യുകയാണ്, ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് നന്ദിഗ്രാം പോലൊരു വലിയ വിഷയമായിട്ട് മാറി. സ്ത്രീ സുരക്ഷ എന്ന വലിയൊരു വിവാദം ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ടു. മമതാ ബാനർജിയുടെ ഗ്ലാമറിന് വലിയ മങ്ങലുണ്ടായി. ഇത് മുഴുവനും ഈ ആനന്ദബോസിൻ്റെ കൊള്ളരായ്മ കൊണ്ടാണ് എന്ന് ദീദി സ്വാഭാവികമായിട്ടും സംശയിച്ചു. അതിൽ ഒരു പരിധിവരെ ശരിയുമുണ്ട്. ആനന്ദബോസ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഷാജഹാൻ ഷെയ്ഖിനെ ഒരിക്കലും പോലീസ് അറസ്റ്റ് ചെയ്യുമായിരുന്നില്ല. അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സ്ത്രീകൾ ധൈര്യപ്പെട്ട് ഈ കുൽസിത പ്രവൃത്തികൾ പറയുകയും ചെയ്യുമായിരുന്നില്ല. BJPക്കാർ ഒരു പടി കൂടി കടന്ന് ഈ പീഡനത്തിൻ്റെ ഇരയായ ഒരു സ്ത്രീയെ തൻ്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുമുണ്ട്. അങ്ങനെ സന്ദേശ് ഖാലി അവിടെ ഒരു വലിയ ചർച്ചാ വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ. പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകളൊക്കെ ബംഗാളിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് BJPയാണ്. 2009 CPM തകർന്ന പോലെ 2024 തൃണമൂൽ കോൺഗ്രസ് തകരും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രതികാര ദുർഗയായി മാറിയ സാക്ഷാൽ മമതാ ബാനർജി ഇനി ബോസിനെ കെട്ടുകെട്ടിക്കും എന്ന് സ്വാഭാവികമായിട്ടും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരി, ഒരു കരാർ ജീവനക്കാരി ആനന്ദബോസിനെതിരായിട്ട് ലൈംഗിക അപവാദം ഉന്നയിച്ചിരിക്കുകയാണ്. 73 വയസ്സുള്ള ഒരാൾക്കെതിരായിട്ട് ലൈംഗിക ആരോപണം. അവരെ ബലാത്സംഗം ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഭാഗ്യം. അവരുടെ പരാതി അനുസരിച്ച് ഏപ്രിൽ 24-ാം തീയതി മെയ് 2-ാം തീയതി ആനന്ദബോസ് എന്ന 73-കാരൻ ഇവരുടെ ദേഹത്ത് സ്പർശിച്ചു
ഈ തൊട്ടു തൊട്ടില്ല എന്ന പഴയ പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ തൊട്ടു തൊട്ടില്ല, ഇതാണ് പരാതി. അത് കിട്ടിയ വഴി തന്നെ പോലീസ് വളരെ ഉന്മേഷഭരിതരായി ചാടി എഴുന്നേറ്റ് ആ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അന്വേഷിക്കാനായിട്ടൊരു പ്രത്യേക സംഘത്തെ തന്നെ മമതാ ബാനർജി നിയോഗിച്ചിട്ടുണ്ട്. ആനന്ദബോസ് പറയുന്നത് അവിടുത്തെ ചന്ദ്രിമ ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഒരു സഹമന്ത്രിയാണ് ഈ ആരോപണത്തിൻ്റെ പുറകിൽ എന്നാണ്. ഈ ഭരണഘടനാപരമായിട്ട് ഗവർണറുടെ പേരിൽ കേസെടുക്കാനോ പുള്ളി അറസ്റ്റ് ചെയ്യാനോ ജയിലിലടയ്ക്കാനൊന്നും വ്യവസ്ഥയില്ല. ഗവർണറായിരിക്കുന്നിടത്തോളം കാലം പുള്ളിക്കെതിരായിട്ട് ക്രിമിനൽ നടപടിയോ ഒന്നും കൈക്കൊള്ളാൻ പറ്റുകയില്ല. പക്ഷേ അതിന് ഒരു മറുവശവും കൂടിയുണ്ട്. ഈ ആരോപണം അങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും. പോലീസിന് കേസ് അന്വേഷിക്കാം, തടസ്സമില്ല. ചാർജ് ചെയ്യാനേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ആര് നാറും? ആനന്ദബോസ് നാറും. ഇത് ഈ വാർത്ത വന്ന വഴിക്ക് ആദ്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചത് നമ്മുടെ സാഗരിക ഘോഷാണ്. സാഗരിക ഘോഷ് പ്രസിദ്ധയായ ഒരു പത്രപ്രവർത്തകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകരെല്ലാവരും രാഷ്ട്രീയത്തുമായിട്ട് വിട്ടു നിൽക്കണം, രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്നൊരു ദിവസം മമതാ ബാനർജി ഇവരെ രാജ്യസഭാംഗമാക്കി. അതോടെ ഇവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താവായിട്ട് മാറി. അതുവരെ പറഞ്ഞേക്കെ മറന്നുപോയി. അങ്ങനെയുള്ള സാഗരിക ഘോഷ ഉടനെ തന്നെ അവർക്ക് ഭയങ്കര ധാർമ്മിക രോഷമുണ്ടായി. മമതാ ബാനർജിക്കുണ്ടായി. മമതാ ബാനർജി പറയുന്നത് അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം എന്താ? സന്ദേശ് ഗാലിയിലെ സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടല്ല, ആനന്ദബോസ് ഒരു കരാർ ജീവനക്കാരുടെ മേൽ സ്പർശിച്ചു. അതിഭയങ്കരമായ ക്രൂരത, അതിഭയങ്കരമായ പീഡനം എങ്ങനെ സഹിക്കും? ഈ രാജ്ഭവൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. രാജ്ഭവൻ ഇങ്ങനെ വിശുദ്ധി പൊഴുങ്ങി വെച്ചേക്കല്ലേ, ഇതുവരെ വിശുദ്ധി ഇങ്ങനെ വഴിഞ്ഞു ഒഴുകുകയായിരുന്നു. ഇപ്പോൾ അത് ആകെ നഷ്ടപ്പെട്ടു, അത് അശുദ്ധമായി. അതുകൊണ്ട് ഉടനെ നടപടിയെടുക്കണം എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി എന്തുകൊണ്ട് ആനന്ദബോസിൻ്റെ ഈ പൈശാചികമായ പീഡനത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് ദീദി ചോദിക്കുകയാണ്. അങ്ങനെ 2 ഘട്ടം വോട്ടെടുപ്പേ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 5 ഘട്ടം ഈ ആനന്ദബോസിനെ വെച്ച് മുതലാക്കാനാണ് ദീദി ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള വ്യത്യാസം. ആനന്ദബോസ് എത്ര ബുദ്ധിമാനാണെങ്കിലും ബംഗ്ലാ ഭാഷ എത്ര പെട്ടെന്ന് പഠിച്ചാലും അത് അടിസ്ഥാനപരമായിട്ട് ഒരു സിവിൽ സർവീസുകാരനാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്. ഗവർണർ ഉദ്യോഗവും ഒരു ഉദ്യോഗമാണ്. നേരെ മറിച്ച് രാഷ്ട്രീയക്കാരങ്ങനെയല്ല, ആഞ്ഞ ബുദ്ധിയാണ്. അത് മമതാ ബാനർജി ആണെങ്കിലും ശരിയാണ്, AR റഹീമാണെങ്കിലും ശരിയാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ആനന്ദബോസിൻ്റെ മേൽ ചാരി സന്ദേശ് ഗാലിയെ മറികടക്കാനാണ് ദീദി ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നരേന്ദ്രമോദി നടപടിയെടുക്കുമോ? ആനന്ദബോസ് ഈ വയസ്സുകാലത്ത് ഇതുപോലൊരു ചീത്തപ്പേരുമായിട്ട് തിരിച്ച് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ കോട്ടയത്തേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രവചനം നടത്താൻ എനിക്ക് താല്പര്യമില്ല. ഏതായാലും സംഗതി വളരെ രസമായിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നു. ഇതുപോലെയുള്ള കലാപരിപാടി സത്യം പറഞ്ഞാൽ ഈ പിണറായി വിജയൻ എത്ര യോഗ്യരെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായി. ഏതെങ്കിലും ഒരു കരാർ ജോലിക്കാരിയോ അല്ലെങ്കിൽ വഴിയെ പോണ ഏതെങ്കിലും ഒരു സ്ത്രീയോ മുൻനിർത്തിയിട്ട് ആരിഫ് ഖാനെതിരായിട്ട് ഇതുപോലൊരു പണി കൊടുക്കാൻ പുള്ളിക്ക് തോന്നിയില്ലല്ലോ. അത് തന്നെ വലിയ കാര്യമല്ലേ. ആരിഫ് ഖാൻ ഏതായാലും സഖാവ് പിണറായി വിജയനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.